ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുച്ചരണങ്ങളിൽ ഇന്ന് ദശമസ്കന്ധത്തിലെ 70ാമത്തെ അധ്യായം. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കുന്നു എന്നാണ് ഈ ഇതിൽ കാണിക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് വഴികാട്ടുവാനായിട്ടാണ് ഭഗവാൻ തൻ്റെ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഭഗവാന് ഇപ്രകാരം നിത്യകർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ജനങ്ങൾക്ക് വഴികാട്ടുവാൻ വേണ്ടി ഭഗവാൻ ഒരു ദിവസം എങ്ങനെ ആരംഭിക്കണം, എങ്ങനെയൊക്കെ അത് ചെയ്യണം എന്ന് കാട്ടിത്തരികയാണ് മനുഷ്യർക്കായി കൊണ്ട്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ് ഭാഗവതാഖ്യോ പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. രഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യേതോന്മയാദിതരതശ്ചാത്യേഷ തേനീ ബ്രഹ്മഹൃദായാദികവൈ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാസ്തേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധതേ പ്രകൃതി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാപി വിഭാവുക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 70ാമത്തെ അധ്യായം. അത ദശമസ്കന്ധ സപ്തതിതമോധ്യായഃ. ശ്രീശുക ഉവാച അദോഷസ്യുപവൃത്തായാം കുക്കുടാൻ കൂജതോ ശബൻ ഗൃഹീതകണ്ഠ്യപതിവിർ മാധവ്യോ വിരഹാതുര. ഭഗവാൻ കോഴി കൂകുന്നതിന് മുന്നേ എഴുന്നേൽക്കും എന്നാണ് പറയാനിച്ചത്. നമോ ഭഗവതേ വാസുദേവായ. വരാസ്യാരൂരുവൻ കൃഷ്ണം ബോധയന്തീവ വന്ദിന കായൽസ്വളിഷ്വനിദ്രാണി മന്ദാരവനവായുഭി. മുഹൂർത്തം തം തു വൈദർഭി നാമൃഷ്യതി ശോഭനം പരിരംഭണ വിശ്ലേഷ പ്രിയ ബാഹുന്തരം ഗത. ബ്രാഹ്മേ മുഹൂർത്തോത്ഥായ വാരിവസ്പൃശ്യ മാധവ തേജോ പ്രസന്നകരണ ആത്മാനം തമസഃ പരം. ഏകം സ്വയം ജ്യോതിരനന്യമവ്യയം സുസംസ്ഥയാ നിത്യനിരസ്തകൽമഷം ബ്രഹ്മാഖ്യമസ്യോ ഭവനാശഹേതുഭിः സ്വശക്തിഭിർ
लक्षितभावनिर्वृतिम् अधप्लुतं पश्यमले यथाविधि क्रियाकलापं परिधाय वाससि चगार सन्त्योपमगादिसत्तमो उदानलो ब्रह्मजजाभवग्यदा उपस्थायात्कमुद्यन्तं तर्पयित्वात्मनः कला देवान् ऋषीन् पितॄन् वृद्धान् विप्रानभ्यस्य चात्मवान् धेनूनां ऋक्विशृङ्गीणां स्वाधीनां मुक्तिगत्सजां पयस्विनीनां तुष्टीनां सवंसानां सुवाससां तदोलूप्य गुराघ्राणां चौमाजिनतिलैः सह अलङ्कृतोभ्यो विप्रेभ्यो बद्ध्वं दिने दिने गो विप्रदेवता वृद्धगुरुन् भूतानि सर्वशः നമസ്കൃത്യാത്മസംഭൂതിർമംഗളാനി സമസ്പൃശത്. ഭഗവാൻ തന്നെ എല്ലാവരുടെയും എപ്രകാരം വർണ്ണിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭിർഭൂഷണേ സ്വീയേ ദിവ്യേ ശ്രദ്ധനുലേപനേ അവേക്ഷ്യാജം തഥാ ദസ്യം ഗോപുഷദ്വിജദേവതാ കാമാശ്ച സർവവർണ്ണാനാം പൗരം തത്പുരചാരിണാം. ഓം ശ്രീകൃഷ്ണായ നമഃ. കാമേ പദോഷ്യ പ്രത്യനന്ദതാ സംവിദ്വസ്യാകൃതോ വിപ്രാൻ സ്വത്രാംബൂലാനുലേപനേ സുഹൃത പ്രകൃതിർധാരാനുപായുക്ത തതസ്വയം താവത്സൂതൗ പാനീയസ്മീനം പരമാദ്ഭുതം സുഗ്രീവാദിഹയയുക്തം പണമ്യാവസ്ഥിതഗ്രദാ ഗൃഹീത്വാ പാണിനാ പാണി സാരഥേസ്തത്മഥാനുഗത് സാത്യക്യാദ്ഗവ സംയുക്ത പൂർവാഭ്രം ഇവ ഭാസ്കര ഗൃഹീത്വാ പാണിനാം പുരസ്ത്രീണം സംവ്രീഡ പ്രേമ വീക്ഷിതൈ കൃത്യാവശിഷ്ടോ നിരകൃത്യാദഹാസോ ഹരന്മനാ സുധർമാഖ്യാം സഭാം സർവേ വൃഷ്ണിഭിഃ പരിവാരിത പ്രാവിശന്യനിവിഷ്ടാനാം നസ്യന്തംഗക്ഷതുർമയാ യത്രോപവിഷ്ട പരമാസനേ വിഭു ഭവോ സ്വഭാസാ കഹോ വഭാസേ ഹൃദോ നൃസിംഹേ യദുത്തമോ യഥോടു രാജോ ദിവിതാരഗാഗണേ. ഭഗവാന്റെ ആ സഭാതലത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. തത്രോപമന്ത്രിണോ രാജൻ നാനാഹാസ്യരസൈർവിഭും ഉപദസ്തുർനടാചാര്യ നർത്തകസ്ത്യാണ്ഡവൈ പൃഥക് മൃദംഗവീണാമൃജവേണുതാളധരസ്വനൈ അനുദും ജഗസ്തുഷ്ടുശ്ച സൂതമാഗതവന്ദിന തത്രാഹുർബ്രാഹ്മണാ കേചിത് ആസീനാ ബ്രഹ്മവാദിന പൂർവേഷാം പൂർണേശസാം രാജ്ഞാം ചാകതയൻ കഥാ തത്രൈക പുരുഷോ രാജൻ ആഗതോ പൂർവദർശന വിജ്ഞാവിദോ ഭഗവതേ പ്രതിഹാരേ പ്രവേശിത. ഓം ശ്രീകൃഷ്ണായ നമഃ. സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലി രാജ്ഞാമാവേദയദ്ദുഃഖം ജരാസന്ധ നിരോധജം വിജയേ തസ്യ സന്നദിന്നയുർനൃപ രസഹ്യരുദ്ധസ്തേനാസന്നയുടേ ഗിരിവ്രജേ. ദൂതന്മാർ വരുന്നതൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. ഓം തസ്സത് കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ധിയ ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യന്തു ദുരിതേ ഭവദർശനേശ്വേ യസ്താവതസ്യ ബലവാനിഹ ജീവിതാശാ സദ്യച്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ഓം ശ്രീകൃഷ്ണായ നമഃ. ജരാസന്ധന്റെ ജയിലിൽ അടഞ്ഞു കിടക്കുന്ന രാജാക്കന്മാർ ദൂതനെ അയച്ചിട്ട് തങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ലോകേ ഭവാൻ ജഗതിന കലയാവതീർണ സദ്രക്ഷണായ കലനിഗ്രഹണായ ചാന്യ കശ്ചിത്തുദീയമതിയാതി നിദേശമീശ കിം വാചന സുഹൃതമൃച്ഛതി തന്ന വിദ്മാ സ്വപ്നായുധം നവസുഖം പരതന്ത്രമീശ ശശ്വദ്ഭയേന മുദഗേന ദുരം വഹാമ ഹിത്വാ തദാൽപന സുഖം തദനീഹ ലഭ്യം ക്ലിശ്യാമഹേ ജഗുണസ്തവമായയേഹ. തന്നോ ഭവാൻ പ്രണതശോകഹരാംഘ്രിയുഗ്മോ ബദ്ധാന്വിംശമഗതാഹുയ കർമ്മപാശ യോ ഭൂഭുജോ യുധമദംഗബ്ജ വീര്യമേഘോ ബിഭ്രദ്രുരോധ ഭവനേ മൃഗരാടിവാവി യോ വൈത്വയാ ജനവദത്തൗ ദത്തചക്ര ഭഗ്നോ മുധേ ഖലു ഭവന്തമനന്ദവീര്യം ജിത്വാ നിലോകനിരതം സകടദർപ്പോ യുഷ്മത്പജാരുജതിനോജിത തദ്വിധേഹി. ഓം ശ്രീകൃഷ്ണായ നമഃ.
भूतावाच इति मागधसंयुद्धा भवदर्शनकाङ्क्षिणां प्रपन्नापादमूलं ते दीनानां शं विधीयताम्। श्रीशुकोवाच राजदूते भुवत्ते वन्दे भष्यः परमद्युति बिभ्रत्पिङ्गजडाभारं पादुरासीय धारवी। तं दृष्ट्वा भगवान् कृष्णः सर्वलोकेश्वरेश्वरा ववन्दौ उत्थितशीर्ष्णा ससभ्यः सानुगोमुदा। सभाजयित्वा विधिवत्कृदासनपरिग्रहं प्रभाषे नुनने सूनुवाक्ये सन्धया तपयन्मुनिम्। अभिष्टिदद्य लोकानां प्रयाणामहुदो वयं ननु भूयान् भगवतो लोकान् पर्यटतो गुणा। न हि ते विदितं किञ्चिन् योगेश्वरकर्तृषु अथ पृच्छामहे युष्मान् पाण्डवानां जगीर्षितम्। श्रीनारदावाच दृष्ट्वा मया ते बहुशो दुरत्यया माया विभो विश्वसृजस्य मायिना भूतेषु भूमं शरदस्वशक्तिभिर्वन्यैरिव छन्नरुजोनमे। तवेहिदं कोर्गति साधु वेदितुं स्वमायेदं सृजतो नियच्छता यद्विद्यमानात्मकयाववासते तस्मै नमस्ते सुविलक्षणात्मने। जीवस्ययं संसरदो विमोक्षणं न जानदो नक्तवः शरीरद लीलावतारे स्वयशप्तदीपकं प्रज्वालयित्वा तमहं प्रपद्ये। अथाप्यश्रावयो ब्रह्म नरलोकविडम्बनं राज्ञः पैदृश ജയരാസന്ധന്റെ അടുത്ത് നിന്നും ദൂതൻ വന്ന് രാജാക്കന്മാർ തങ്ങളെ രക്ഷിക്കണമെന്ന് ജരാസന്ധന്റെ കാരാഗ്രഹത്തിൽ നിന്നും വന്ന് പറഞ്ഞ അതേ സമയത്തിൽ തന്നെ നാരദർ ഹസ്തിനപുരത്തിൽ നിന്നും വന്ന് ധർമ്മപുത്രർക്ക് ഒരു യജ്ഞം നടത്തണം, അതിന് സഹായിക്കണം എന്നും അപേക്ഷിക്കുകയാണ്. ഓം തത്സത് യക്ഷതി ത്വാം മകേന്ദ്രേണ രാജസൂയേന പാണ്ഡവ പാരമേഷ്ട്യ കാമോ നൃപതി തദ്ഭവാനനുമോദതാം. तस्मिन् देव कदुवरे भवन्तं वैसुरादया यदिच्छवः समीक्षन्ति राजानस्य यशस्विना। श्रवणात् कीर्तनात् ध्यानात् पूयन्ते देवसायिना तव ब्रह्ममये शेषा विमर्शिना। श्रवणात् कीर्तनात् ध्यानात् पूयन्ते देवसायिना तव ब्रह्ममयशेष किमुदेशाभिमर्शिना। निश्यामलं दिव्यसप्रदिदं रसायां भूमोजले भुवनमङ्गलदिग्विदानां मन्दाकिनीति विभोगवती चातो गङ्गेति चेहचरणामुपुनादिविश्वं। श्रीशुकावाच तत्र तेषात्मपेक्षेष कृष्णत्सु विजिगीषया वाजपेशै स्मयन् मूर्ध्वं कृत्यम् उद्धवं प्राह केशव। श्रीभगवानुवाच त्वं हि नः परमं चक्षु सुहृदं मन्त्रात् तद्गवित् तदात्र गृह्य नृत्येयं सद्दग्मः करवामदत् इत्युवामन्त्रितो भद्रा सर्वज्ञेनाभिमुग्धवत् निदेशं शिरसाधाय उद्धव प्रत्यभाषता। ओम तत्सत्। श्रीमद् महाभागवते महापुराणे पारमहंस संहितायां दशमस्कन्धे उत्तरार्धे भगवद् ध्यान विचारे सप्ततितमोऽध्याय। ഭഗവാന് ഉത്തരം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്തു ചെയ്യണമെന്ന് ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല, എങ്കിലും തൻ്റെ ഭക്തനായ ഉദ്ധവരെ കൊണ്ട് അതിന് പരിഹാരം പറയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2 ദൂതന്മാർ വന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് ആലോചിച്ച് പറയൂ ഉദ്ധവ എന്ന് തൻ്റെ ഏറ്റവും പ്രിയ ഭക്തനായ ഉദ്ധവരോട് ഭഗവാൻ പറയുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ഭാഗവത കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദ കമല
കൃഷ്ണ കങ്കണകലയുകളാ കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീരാ ദേവാ ജയ ജയ ഭാഗവത ദദിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീ ദാമോദര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ പന്തര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭഫലദ ദേവാ ജയ ജയ ഭാഗവത പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ മാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ